ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണന. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 5. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശേഷ വിശ്വരജനാച കടാക്ഷമോക്ഷ കർണവുദിശോക്ഷിയുഗളം തവ നാസികേ ദ്വേ. ലോഭത്രപേജ ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാച്ഛദശനാശമനച്ഛദംഷ്ട്രാ. ഹേ ഭഗവൻ, അല്ലേ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, തവ നിന്തിരുവടിയുടെ കടാക്ഷമോക്ഷ, ഭഗവാന്റെ ആ ലീലാ കടാക്ഷങ്ങൾ നിശേഷ വിശ്വരചനാച, മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു. ഭഗവാന്റെ ആ ലീലാ കടാക്ഷങ്ങൾ, ആ നോട്ടങ്ങൾ, അതെല്ലാം മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടി എന്ന കർമ്മം ആകുന്നു. കർണൗ ദിശ, കർണൗ ചെവികൾ, ദിശ ദിക്കുകളും, ദ്വേ നാസികെ രണ്ട് നാസാദ്വാരങ്ങൾ, അശ്വയുഗളം അശ്വനീദേവന്മാരും, അധരോത്തരോഷ്ടം മേലും കീഴുമുള്ള ചുണ്ടുകൾ, യഥാക്രമം ലോഭത്രപേച ലോഭവും ലജ്ജയും, ദശന പല്ലുകൾ, താരാഗണാച്ച നക്ഷത്രജാലവും, ദംഷ്ട്ര ശമന ച ദംഷ്ട്ര യമനുമാകുന്നു. ഇവിടെ ഇപ്പം ഭഗവാന്റെ നോട്ടങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടികർമ്മമാകുന്നു എന്നാണ് പറയുന്നത്. ചെവികള് ദിക്കുകളാണ്, നാസാദ്വാരങ്ങൾ അശ്വിനീ ദേവകളാണ്, ചുണ്ടുകൾ മേൽചുണ്ട് ലോഭവും കീഴ്ചുണ്ട് ലജ്ജയും, പല്ലുകള് നക്ഷത്രങ്ങളും, ദംഷ്ട്ര യമനും ആകുന്നു എന്ന് ഈ ശ്ലോകത്തിൽ വിവരിച്ചു പറയുന്നു. ഓരോ ശ്ലോകത്തിലും പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതനും നിയന്ത്രിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ആയിട്ടാണ് ഈ വിരാട് സ്വരൂപ വർണ്ണനത്തിൽ പറയുന്നത്. ആദ്യം 14 ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നോരോന്നായിട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നുമായിട്ട് പറയുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.